എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. നിലമ്പൂർ ജനതപ്പടിയിൽ ബദൽ സംവിധാനം കാണാതെ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കണമെന്നും അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി അറിയിച്ചു. നിലമ്പൂർ ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചു മാറ്റിയതുമൂലം നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ബസ് കാത്തുനിൽക്കുവാൻ മഴക്കാലത്ത് ആശ്രയിക്കുന്ന കെട്ടിടമാണ് ഇല്ലാതായത്. ജൂൺ മാസം 2-ാം തീയതി സ്കൂളുകൾ തുറക്കാനിരിക്കെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ലീഗ് കമ്മിറ്റി അറിയിച്ചു. മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് കൂമഞ്ചേരി ഷൗക്കത്ത് അലി, ജനറൽ സെക്രട്ടറി PT റുനക്സ്കർ, കബീർ മട്ടത്തിൽ, അയ്യൂബ് PP, ഹംസ തട്ടാരശ്ശേരി, ഷിഹാബ് മൂർക്കൻ, ഷുഹൈബ് KK, ആസിഫ് മുന്ന, ബക്കർ ചീമാടൻ, സിദാൻ പള്ളി കണ്ടി, രനീഷ്, വസീഫ് തുടങ്ങിയവർ സംസാരിച്ചു. NSS സ്കൂൾ പോലെ അതുപോലെ മറ്റുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ ജനതപ്പടി. അതിനുപരി ഒട്ടനവധി യാത്രക്കാർ, നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കോരിപ്പെയ്യുന്ന മയത്ത് ഒന്ന് കയറി നിൽക്കാൻ പോലും, ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ സമയത്ത് മയത്ത് കയറി നിൽക്കാൻ പോലും നോക്കുമ്പോൾ ഒരു കട പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൻ്റെ പണി തുടങ്ങാതെ ഇതിന് പഠിക്കുന്ന മാനവേദൻ ഹൈസ്കൂളും അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലവർ സ്കൂളൊക്കെ കാത്തു നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ഈ മുനിസിപ്പാലിറ്റി പൊളിച്ചിട്ടിരിക്കുന്നത്. അവർക്ക് ബസ് കയറുവാനും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാനും ഉപയോഗിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഒരു കാരണവുമില്ലാതെയാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. ഈ മഴക്കാലത്ത് തന്നെ ഇത് പൊളിച്ചിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവർ തന്നെ ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.